ഹലോ ഗൈസ്, അപ്പം നമ്മൾ ആദ്യമായിട്ട് മൈൻക്രാഫ്റ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കളിക്കുകയാണ്. മൈൻക്രാഫ്റ്റ് വാങ്ങിക്കാൻ പൈസ ഇല്ല, അതുകൊണ്ട് നമ്മൾ ലോക്കി ക്രാഫ്റ്റ് കളിക്കുക. ഇതാണ് ലോക്കി ക്രാഫ്റ്റിൻ്റെ വേൾഡ്. ഒരു കുറുക്ക് കിപ്പില്ലേ, അത് തന്നെ. ഹായ് കുറുക്ക, ഹായ് കുറുക്ക. അമ്മ എന്നെ കടിക്കാൻ വേണ്ടി, അയ്യോ പട്ടി കടിക്കാൻ വേണ്ടി. ഇത് വലിയ കഷ്ടമായല്ലോ. ഇന്നത്തെ രാത്രി അപ്പം നമുക്ക് ഈ മരത്തിൻ്റെ മുകളിൽ സ്റ്റേ ചെയ്യാം. അല്ല, സോംബി നമ്മളെ തല്ലും. പക്ഷെ ഇതന്നെ പ്രശ്നമാണ്. അത് തന്നെതാ വെള്ളത്തിൽ കൂടെ നീന്തിപ്പോന്ന. അയ്യോ ഓടിക്കോ. പക്ഷേ ഇവന്മാർ എന്നെ വെറുതെ വിടത്തില്ല. അമ്മേ മുങ്ങിപ്പോകും. നോക്കട്ടെ. അയ്യോ അവന്മാർ കുറേ വരുന്നുണ്ട്. ഈ മത്സ്യങ്ങൾ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് മൈൻക്രാഫ്റ്റ് കളിക്കണം കേട്ടോ. മൈൻക്രാഫ്റ്റ് അല്ല, ലോക്കി ക്രാഫ്റ്റ്. ഇതൊന്ന് പറഞ്ഞു തന്നെ കമൻ്റ് ഇടണം എല്ലാവരും. അപ്പുറത്തിട്ട് ആ മരം വെട്ടണമെന്നാണ് ഞാൻ കുറേ വീഡിയോ കണ്ടിട്ടുള്ളത്. നോക്കട്ടെ, കൈ കൊണ്ട് മരം വെട്ടാൻ പറ്റുമോ? അത് നോക്കണമല്ലോ, നമുക്ക് കൈ കൊണ്ട് മരം വെട്ടാൻ പറ്റുമോന്ന്. ഇപ്പുറത്തെ രാത്രിയാകുമ്പോൾ സോംബി വരുമല്ലോ. അതുങ്ങൾ എന്നെ കടിച്ചില്ലായിരുന്നു ആദ്യം. നമ്മൾ കൈ കൊണ്ട് മരം വെട്ടി. ഫസ്റ്റ് ഗുഡ്. ഇതിൻ്റെ ഹാർഡ് കോർ വേണം നിങ്ങളൊന്ന് പറയണേ. 3 മരമായി. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക പ്ലീസ്. എല്ലാവരും ചെയ്ത് കഴിയേ, ഞങ്ങൾക്കൊന്ന് ജീവിച്ച് പോട്ടെന്നേ. ഒരു 100K സബ്സ്ക്രൈബേഴ്സ് അടിക്കുമ്പോൾ നമ്മൾ ശരിക്കുള്ള മൈൻക്രാഫ്റ്റ് വാങ്ങിച്ച് കളിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. നമ്മൾ മരം വെട്ടാൻ പോകുന്നു. 10 വരെയായിട്ട് നമുക്ക് മരം വെട്ടൽ നിർത്താം. പിന്നെ എന്തൊക്കെയോ ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഉണ്ടാകണം. ഇതൊക്കെ എന്നാണോ എന്തോ. പ്ലീസ്, ഇപ്പം നമുക്ക് റോബ്ലോക്സിൻ്റെ ആണോ അതോ ഈ മൈൻക്രാഫ്റ്റിൻ്റെ ആണോ വീഡിയോ വേണ്ടെന്ന് എല്ലാവരും പറയണേ. ഇന്ന് റോബ്ലോക്സിന് നെറ്റില്ലായിരുന്നു. നമ്മളെടുത്ത വൈഫൈ അടിച്ചു പോയി. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് റോബ്ലോക്സിനെ വിളിച്ചത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിന് നെറ്റ് വേണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത് കളിക്കാൻ വിചാരിച്ചു. 11 വുഡായില്ലേ, പിന്നെ 15 വുഡായിട്ട് നിർത്താം. നമ്മുടെ ലക്ഷ്യം കംപ്ലീറ്റ് ആയിരിക്കും. ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. കുറുക്കൻ, ഏടാ കുറുക്കൻ, പട്ടി കഴിഞ്ഞത് കുറുക്കൻ. എന്നെ കണ്ടിട്ടില്ലല്ലോ. അയ്യോ എടാ, അത് മറ്റേ ജീവികൾ. ഈ സോംബി ഇതുങ്ങൾ തന്നെ കടിക്കാൻ എന്നൊക്കെ ചെയ്യും. അയ്യോ അമ്മേ, അയ്യോ നമ്മൾ മല കയറിപ്പോട്ടെ. പക്ഷെ അതിനെ കടിക്കില്ലേ. എന്നതാ കൂണാണ്. കഴിക്കാൻ പറ്റുമോ? കഴിക്കാൻ പറ്റത്തില്ല, ചുമ്മായാണ്. പക്ഷെ നമ്മൾ വില്ലേജ് കണ്ടുപിടിക്കണം ഗൈസ്. വില്ലേജ് കണ്ടുപിടിച്ചില്ല നമ്മൾ സോംബിയുടെ കണ്ടുപിടിയാവും. ബൈ ദ ബൈ, എൻ്റെ ഒരു ഫ്രണ്ടാണെങ്കിൽ ഇതുപോലത്തെ ഒരു വേർഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളതിലൊന്ന് കയറി നോക്കട്ടെ. അതേ പന്നി. പന്നി ചാട. നീ ചാവണ്ടതി പോക്ക്. നിന്നെ ഞാൻ വിട്ടിരിക്കുന്നു. നിന്നെ പിടിക്കാൻ വരാനുള്ള ശക്തിയൊന്നും എനിക്കില്ല. അതിനോണ്ടിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കട്ടെ. അതിന് എത്ര വുഡ് വേണം? അതിന് വുഡ് ഇത് വേണം. ക്രാഫ്റ്റിംഗ് ടേബിൾ അതിന് എന്തൊക്കെയോ മഷ്റൂം പോകണല്ലോ. ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോയിട്ട് എന്തായാലും വടി അതെങ്ങനെ ഉണ്ടാക്കണേ? ഇത് പിന്നെയും ക്രാഫ്റ്റ് ചെയ്തു. ക്രാഫ്റ്റ്
ക്രാഫ്റ്റ് ഫുള്ള് ക്രാഫ്റ്റ് ചെയ്തത് നമ്മുടെ ഇല്ല. നമുക്ക് ഇനി നമ്മൾ വാളുണ്ടാക്കാം. വാളുണ്ടാക്കിയേക്കാം. പിന്നെ കല്ല് കുത്തേണ്ട ആവശ്യം നമുക്ക് ഇപ്പോൾ വരത്തില്ല. നമുക്ക് കയറി ഡിഗ്ഗി ഇതുണ്ടാക്കാം. പിന്നെ എന്നാ ഉണ്ടാക്കാം? സൈൻ ബോർഡോ കൊള്ളാലോ. പ്രഷർ പ്ലേറ്റ്, ഒരു ഡോറ്, നമുക്ക് പിന്നെ ഉണ്ടാക്കാം. ചുമ വന്നു ഗൈസ്. എന്നാ അപ്പോൾ ഗൈസ് നമുക്കിതിനകത്ത് കുഴികുത്തലോടാം. നമുക്ക് കുഴി കുത്തി വേണം ഇന്നത്തെ രാത്രി സർവൈവ് ചെയ്യാൻ. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ രാത്രി സർവൈവ് ചെയ്യുന്നു. ആ കുഴി കുത്താൻ ഇത്ര പാടാന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കഷ്ടപ്പെട്ട് ഞാൻ ആദ്യത്തെ ബ്ലോക്ക് പിടിച്ചു. എന്നോട് ഇത്ര പാട് തന്നെ ഇങ്ങനെ ഞാൻ ഇത്രയും വിളിച്ചപ്പോൾ അയ്യോ പെട്ടു. നമ്മൾ പുറത്തെത്തി. വീണ്ടും ക്രാഫ്റ്റിംഗ് ടേബിൾ പഠിച്ച് കഴിയുക ആവശ്യമില്ല. അല്ല ഗൈസ്, നമുക്ക് കുറച്ച് പുറത്തോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോകാം ഗൈസ്. ഞാൻ ഫോണിലാട്ടോ കളിക്കുന്നത്. PC-യിലൊന്നും പറഞ്ഞാലും അപരാധം പറയരുത്. കുറുക്കൻ, നമുക്ക് കുറുക്കനെ പേടിച്ച് നോക്കാം. വാണ്ടല്ലോ, ഇനി കുറുക്കനല്ലോ ഒന്നുമില്ല എൻ്റെ മുമ്പിൽ. ചവടാ അവിടെ നോക്കടാ, അവിടെ നിൽക്കടാ. എൻ്റെ കൂട്ടുകാരൊക്കെ കാണിച്ചു. സ്നോ ഏരിയ, മഞ്ഞ്, ഫ്രോസൺ. താങ്ക്സ് കുറുക്ക. ചവടാ, മഞ്ഞ് പോയി. ഇത്ര ഉള്ള മഞ്ഞ്, ഇത്ര ഉള്ളു ഗൈസ്. പക്ഷേ ഞാൻ വിചാരിച്ചു മഞ്ഞിൽ വില്ലേജ് ഒക്കെ കാണുന്നു. കുറേ വീഡിയോയിൽ മഞ്ഞിൽ വില്ലേജ് കാണുന്നു. ശരിക്കും ഉള്ളതാണോ? എനിക്കറിയത്തില്ല. കുറുക്കനെന്ന് വന്നിട്ട് എന്നാ കിട്ടുന്നതെന്ന് നോക്കട്ടെ. ഇത് ചുമയാണ്. കുറുക്കൻ ഓടിപ്പോയി. നമ്മളെ കണ്ട് പേടിച്ചിട്ടാന്ന് തോന്നുന്നു. കൂടെ ഇഴഞ്ഞ് അയ്യോ ഹാർട്ട് തോന്നുന്നില്ലേ? ഇനിയിപ്പോൾ ഞാൻ എന്നെ കാണിക്കും. കുറുക്കനൊക്കെ നമ്മളെ കൊണ്ട് പേടിച്ചോടെ. കുറുക്കൊന്ന് വഴി പറഞ്ഞോടെ. ചാടി കയറും. നമ്മൾ താഴത്തോട്ടല്ലേ ഇപ്പോൾ അറിയാൻ. പിന്നെ അദ്ദേഹം മുകളിലോട്ട് കയറുന്നത് എനിക്കറിയത്തില്ല. ഓക്കെ, ഫാസ്റ്റ് ഫോർവേഡ്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഏതാ റൈറ്റ് ഏതാ? കുറുക്കൻ്റെ പുറകെ പോകാം. കുറുക്കൻ നല്ല വഴിയല്ല കാണിച്ചിട്ടുണ്ട്. ഇവിടെ ആണ് ഇതെന്നൊരു കുഴി. അയ്യോ, കുഴി വീണു. ഞാൻ ചാവും. വെള്ളത്തിൽ പോയി മത്സ്യം. അയ്യോ, ഞാൻ വെള്ളത്തിൽ മുങ്ങി പോകുന്നുണ്ട്. ഇവിടെ ഒരു ബബിള് കണ്ടാ നിങ്ങൾ? ആ ബബിളാന്ന് തോന്നുന്നു നമ്മുടെ ബ്രീത്ത്. ബബിള് ഫുള്ള് പൊട്ടിപ്പോകുമ്പോഴത്തേക്കും നമ്മൾ അയ്യോ, ഇവിടെ വാട്ടർ സോംബി. അയ്യോ വാട്ടർ സോംബി. അയ്യോ വാട്ടർ സോംബി. അവിടെ മാറ എന്നെ വാട്ടർ സോംബി പിടിക്കടാ. അയ്യോ വാട്ടർ സോംബി. അയ്യോ സോംബി എന്നോടാ. രാത്രി ആവാറായി. അയ്യോ രാത്രി ആവാറായടാ പെട്രാ. ഓ മൈ ഗോഡ്, ഇത് രാത്രിയുടെ അവിടെ വാട്ടർ സോംബി നമ്മളത്തോട് ഇവിടെ എത്തി വെച്ചു. ഹായ് വാട്ടർ സോംബി. അയ്യോ, ഞങ്ങൾക്ക് ഇവിടെ എങ്ങനെ വെളിച്ചം കിട്ടും? നമുക്ക് പൊളിക്കാം. ഇവിടുന്ന് നമുക്ക് വെളിച്ചം കിട്ടും. പയ്യനെ കോട്ടറ ഉണ്ടാക്കിയാൽ ഈ വാട്ടർ സോംബി വെള്ളത്തിൻ്റെ അടിയിൽ എന്നെ സോംബി ചെയ്തു.
അതന്നത് മിന്നാമിന്നി ഇതെവിടെ മിന്നാമിന്നി ഇതെന്നാ രാത്രി രാവിലെ ഇതെന്നെ ഏരിയയിലാണ് നമ്മൾ സ്പോൺ ആയിരിക്കുന്നത്. എന്തൊരു കഷ്ടമാണ്. എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. നമ്മളിപ്പോൾ സെറ്റിങ്സിൽ ചെല്ലുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് കളിക്കിടയ്ക്ക് വെച്ചാണെങ്കിൽ സർവൈവൽ നിന്ന് ക്രിയേറ്റീവ് ആക്കാം, കണ്ടിന്യൂ കൊടുക്കണം, ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ആരെയും പേടിയില്ല. ഇനി അതവനാണ് എൻ്റെ മുമ്പിലുള്ളത്. വാടാ വാടാ വാടാ, അത് കുറുക്കനാണ്. ഇത്ര വാട്ടർ സോംബി ഇടാ, വാട്ടർ സോംബി ഇടാ, വാട്ടർ സോംബി അവിടെ കിടാ, അവിടെ വാട്ടർ സോംബി ഇടാ പൊട്ടു. വാട്ടർ സോംബി നിനക്ക് വാള് എവിടെ കാണുമല്ലോ ക്രിയേറ്റീവ് മോഡിൽ. ഇത് വാള് എൻ്റെ മോൻ ഇതാ തോന്നുന്നു കേട്ടോ ഏറ്റവും പവറുടെ വാള്. എൻ്റെ പേരനാണ്. പിന്നെ നെതറൈറ്റ് സോഡ് സെറ്റാണ്. വാട്ടർ സോംബി അയ്യോ പൊട്ടിത്തെറിക്കാനും അത് പൊട്ടിത്തെറിക്കണ്ടേ. പ്ലീസ് നമുക്ക് എന്തെങ്കിലും ഇവിടുന്ന് പറക്കാം. ഈ ക്രിയേറ്റീവിൽ നമുക്ക് പറക്കാൻ പറ്റില്ലേ, ഇപ്പോഴറിഞ്ഞേ. പിന്നെ ഞാൻ കുറേ റിസർച്ച് നടത്തിയപ്പോഴത്തേക്കും എനിക്കൊരു കാര്യം മനസ്സിലായി. അതായത് നമ്മൾ ഒരു ഐ ഒഫൻഡർ അങ്ങനെയാണ് ഈ സാധനം കണ്ടു. ഈ സാധനം കൈ പിടിക്കണം, എന്നിട്ട് നമ്മൾ കുറേ മുകളിലോട്ട് പറക്കണം. ഞാൻ പറഞ്ഞിട്ട് പറയാം കേട്ടോ. എന്നിട്ട് നമ്മളിതിങ്ങനെ എറിയുവാണ്. അത് എങ്ങോട്ടാണ് പോകുന്നത്, അവിടെ ഒരു വില്ലേജ് കാണും. സത്യമാണോ മിത്താന്ന് തോന്നുന്നു, കുറേ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സാധനം എറിഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ഇതായി നമുക്ക് ലക്കണമെന്നൊക്കെ. വില്ലേജ് വന്നു കഴിഞ്ഞാൽ എന്തായാലും ക്രിയേറ്റ് മാറ്റും കേട്ടോ. അവിടെ ബെഡൊക്കെ ഉണ്ടല്ലോ. എനിക്ക് സർവൈവൽ ഇഷ്ടം. ഈ സർവൈവൽ കളിക്കണമെന്നുണ്ട് സത്യം പറഞ്ഞാൽ. പിന്നെ അത് കാടാണല്ലോ. അങ്ങോട്ടാണ് പോകണത്. അവിടെ ഇത് വെള്ളമാടാ. ഇവിടെ ഇങ്ങനെ വില്ലേജ് ഉണ്ടാവണത് ചുമ്മാ നമുക്ക് നോക്കാം. വില്ലേജ് കിട്ടിയാൽ മതിയായിരുന്നു. ഇതാന്ന് പറയട്ടെ വില്ലേജാണ്, ശരിയല്ല. അങ്ങോട്ട് പോയിട്ട് അവിടെ വില്ലേജ് ഉണ്ടോ, അവിടെ ഉണ്ട് വില്ലേജ്. നോക്കാം. നമുക്ക് വില്ലേജ് കണ്ടുപിടിച്ചിട്ട് ഇനി വെക്കാം, കാരണം ടൈം കുറേ. ഗൈസ് ഞാനുണ്ടല്ലോ വില്ലേജ് കണ്ടുപിടിച്ചിട്ട് ക്യാമറ ഓണാക്കുന്നതായിരുന്നു വിചാരിച്ചത്. പക്ഷെ അപ്പോഴാണ് ഈ വെള്ളത്തിലിടയിൽ അതൊരു മറിയാന ട്രഞ്ച് ഒഴിക്കുന്ന സാധനം ഉണ്ടായത്. അപ്പോൾ അത് പൊട്ടുന്നു. ഇവിടെ ലാവയൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഇതുകൊണ്ട് ഇവിടെ ഒരു ടോട്ടൽ വരുന്ന സാധനം ഉണ്ടായിരുന്നു. അത് എന്നാ ആർക്കെങ്കിലും അറിയാമോ? ഒരുമാതിരി മറിയാന ട്രഞ്ച് വരുന്നത്. അപ്പം നമുക്ക് ഐലൻഡ് കണ്ടുപിടിച്ച് കളി, കാരണം അതിന് കുറേ സമയം എടുക്കും. ഇപ്പം തന്നെ 13 മിനിറ്റ് ഗൈസ്. അതുകൊണ്ട് നമുക്ക് വേഗം എന്തായാലും ഇത് ക്ലോസ് ചെയ്തിട്ട് പിന്നെ ഐലൻഡ് ഇത് വില്ലേജ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. പിന്നെ ഇത് എന്നെ ഈ മൈൻക്രാഫ്റ്റ് ഇനിയും വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യും. ഞാൻ പോകുന്ന വഴി മുഴുവൻ അത്ഭുതങ്ങളാണ്. ഇവിടെ ഒരു ബോട്ടുണ്ട്, എനിക്ക് തോന്നുന്നു ലുഫിയുടെ ബോട്ടായിരിക്കും, മേരി ആയിരിക്കും, നമ്മുടെ മേരി ബോട്ട്. ഇതെന്നാണ് ഇവിടെ ഇതൊരു ചെസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് എന്നെ കിട്ടും. ഇവിടെ ഗോൾഡ് തന്നെ സാധനം, എമറാൾഡ്, ഗോൾഡ്, അയൺ ഇങ്കട്ട്, അയൺ നഗറ്റ്, ഇതെല്ലാം നമുക്ക് എടുത്തോണ്ട് പോകാം. ഗോൾഡ് കിട്ടിയേ. ഇതെല്ലാം എടുത്ത് വെച്ചേക്കാം. പക്ഷേ അതിന് അവസാനം സോംബിയുടെ അതുകൊണ്ട് ചാവുകയാണെങ്കിൽ തന്നെ പോകുമല്ലോ. എമറാൾഡ് വെച്ചിട്ട് എന്താണ് ഇവൻ്റെ കൂടെ ട്രേഡ് ചെയ്യാമല്ലോ. ആരുടെ കൂടെയാ? ഇവൻ്റെ കൂടെ. ഇവിടെ ഷിപ്പ് പിന്നെ എക്സ്പ്ലോർ ചെയ്യാനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ അടുത്ത ചെസ്റ്റ്. പിന്നെ ഞാൻ ചെസ്റ്റ് കണ്ടുപിടിച്ചു കേട്ടോ.
ഇത് കൊള്ള ഈ സ്ഥലം. അപ്പോൾ ഞാൻ ഇവിടുന്ന് ലൂട്ടൊക്കെ എടുത്തിട്ട് ഇനി വില്ലേജ് ഉണ്ട്. ഇത് തന്നെയാണ് പേപ്പർ പറ്റിക്കുന്നു. പൊട്ടറ്റ വയ്ക്കേണ്ട ഫുഡ് ഉണ്ട്. ഇവിടെ വരും. ഇവിടെ റെസ്റ്റോറൻറ്റ് കോമ്പസ് ഫെദർ പേപ്പർ ട്രഷർ മാപ്പ്. ഇവിടെ എനിക്ക് ട്രഷർ മാപ്പ് കിട്ടി. അപ്പോൾ പിന്നെ അവിടുന്ന് പൊട്ടറ്റോ വേണ്ട. നമുക്ക് ക്രിയേറ്റീവ് ഇഷ്ടം പോലെ പൊട്ടറ്റോ കിട്ടും. ഇപ്പം എന്തായാലും യെസ്, നമ്മുടെ യാത്രയിലേക്ക് നമ്മൾ വീണ്ടും പോയിരിക്കുന്നു. ഇപ്പോൾ ഈ ക്യാമറ വീണ്ടും ഫൈനലി വി ഫൗണ്ട് ഇറ്റ് വില്ലേജ്. എന്തായാലും നമ്മൾ ഇത്രയൊക്കെ വന്നല്ലോ. നമുക്ക് ക്രിയേറ്റീവ് മോഡിൽ വേണ്ട സാധനമല്ലോ എടുത്തിട്ട് പോവാം. ഇതുകൊണ്ട് ഇത് അവന്മാരുടെ എൻ്റെ കുന്തല്ലേ, കുന്തെടുത്തേക്കാം. ഇത് ആർമർ ഇതെനിക്കൊന്നും ഇതാന്ന് തോന്നുന്നു കേട്ടോ. ഏറ്റവും നല്ല ആർമർ ഷീൽഡ് ഇതിലേ കണ്ട ആ ഷീൽഡ്. പിന്നെ നമുക്ക് ഇത് നമ്മളെടുത്തായിരുന്നല്ലേ. നമുക്ക് ഇത് വേണ്ടി വരുമായിരിക്കും. ഇത് വേണ്ടി വരും. ഇത് വേണ്ടി വരുമായിരിക്കും. ഇത് വേണ്ടി വരും. പിന്നെ അമ്പ് മാത്രം എന്തെങ്കിലും കേട്ടോ. ബോ വേണം. നമുക്ക് ബോയും കൂടെ എടുത്തിട്ട് നമുക്കിത് ക്രിയേറ്റീവ് ഞാൻ എടുക്കുന്നത് നിർത്താം. അങ്ങനെയുണ്ട്. എന്ത് പറയണം. അപ്പോൾ നമുക്ക് ബോ എടുക്കട്ടെ. ബോ അവിടെ പോയിസൺ ബോ. ഓക്കെ ഗൈസ്, നമുക്ക് വേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ക്രിയേറ്റീവിൽ നിന്ന് മാറ്റാം. വീണ്ടും സർവൈവലില്ലേ. ലൈഫ് കുറവാണല്ലോ. വില്ലേജർ എന്തെങ്കിലും തിന്നാൻ തരുമോ? ഫുഡ്. ഐ നീഡ് ഫുഡ് ബ്രോ ക്യാൻ യു സ്പൈഡർ. എൻ്റെ വില്ലേജറിനെ അറ്റാക്ക് ചെയ്യാൻ പാടത്തില്ല. ഇപ്പോൾ സ്പൈഡർ ഉണ്ട്. എന്നോട് സ്പൈഡർ ഉണ്ടായിരുന്നു. എടാ അയ്യോ ഗോളം. അയ്യോ മോൺസ്റ്ററാ. ഇല്ല അയ്യോ സാധനം തൊട്ട് അറുത്തിട സാധനം. പന്നി കൊച്ചുകഞ്ഞി. മോൺസ്റ്ററാ. ബ്രോ എനിക്ക് ഫുഡാണ് വേണ്ടത്. എനിക്കിതൊന്നും വേണ്ട. എനിക്ക് ഫുഡ് മതി. ഞാൻ ഫാർമറിൻ്റെ കൂടെ പോയി ട്രേഡ് ചെയ്തോളാം. തെറ്റലാവില്ലേ? തെറ്റതാനല്ലേ? ഇപ്പത്തില്ല. ഇവിടെ പൊട്ടണ സാധനമല്ലേ ഇത്? പൊട്ടണ സാധനം. ഹായ്. പൊട്ടണ സാധനം. വരൂ. We are unstoppable. പൊട്ടിത്തെറിക്കണ അതിനെ തിളങ്ങിയത്. പൊട്ടിത്തെറിക്കണ സാധനമാണ്. അവിടെ എവിടെയാ ഫാർമർ? പൂച്ച
ഒറ്റടി. പൂച്ചയ്ക്ക് ഭയങ്കര സ്പീഡുണ്ടോ? എൻ്റെ ഫേവറേറ്റ് ആനിമൽ. വെറുതെ അല്ല കേട്ടോ, ഭയങ്കര സ്പീഡാണ്. എൻട്രി കുറേ എണ്ണം ഉണ്ടല്ലോ. അപ്പോൾ മറ്റേ അവിടെ സാധനം. അപ്പോൾ ഗൈസ്, വീഡിയോ ലൈക്ക് ചെയ്യാത്തവരെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ ശരി, ബൈ.